ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ റാപ്പിഡ് റിവിഷൻ പ്രോഗ്രാമിൽ കാണാൻ പോകുന്ന ചാപ്റ്റർ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. വളരെ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. ഏകദേശം എനിക്കൊന്ന് 3-4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് അല്ലെങ്കിൽ ഒരു 5-6 ഇയേഴ്സായിട്ട് 3-4 ക്വസ്റ്റ്യൻസ് 45 ഫിസിക്സ് ചോദ്യങ്ങളിൽ 3-4 ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം ദിസ് ചാപ്റ്റർ വിച്ച് ഇസ് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കാരണം ബേസിക് ഇക്വേഷൻസ് മാത്രം ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചാപ്റ്ററിലുള്ള 3-4 ചോദ്യങ്ങൾ നമുക്ക് ശരിയാക്കാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ഓരോ ചാപ്റ്ററിനെ കാണുമ്പോഴും ആ കണ്ണോട് വേണം കാണാൻ. കാരണം നമ്മൾ അവസാനത്തെ കുറച്ച് ദിവസങ്ങളിലൂടെ കടന്നു പോവാണ്. സോ ഈവൺ ഇഫ് യു ആർ ഗെറ്റിംഗ് എ സിംഗിൾ ക്വസ്റ്റ്യൻ വി ഷുഡ് സീ ദ വാല്യൂ ഓഫ് ദാറ്റ്. കാരണം 1 ഡയമെൻഷനിൽ ഒരു 2 ക്വസ്റ്റ്യൻ കിട്ടുക എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന പോലെ ആയിരിക്കില്ല. ഇറ്റ് വിൽ ബി മോർ സിമ്പിൾ. അപ്പോൾ സിമ്പിളായിട്ടുള്ള സാധനം എന്തായാലും കൈവിടാതിരിക്കുക. ടഫായിട്ടുള്ളതാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും കിട്ടില്ലല്ലോ. സോ എല്ലാവർക്കും കിട്ടുന്ന എന്തായാലും എനിക്കും വേണം, ആ മനസ്സ് എന്തായാലും വേണം. അപ്പോൾ ഏത് ചാപ്റ്റർ അപ്രോച്ച് ചെയ്യുമ്പോഴും 3-4 ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് ചോദിക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ കറക്റ്റ് ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നോക്കി നമ്മൾ മാക്സിമം പഠിക്കുക. അതുപോലെ ചുരുങ്ങിയ സമയത്തിൽ ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ചാപ്റ്റർ ഏതാ നമ്മൾ നോക്കുക. അപ്പോൾ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും നല്ലൊരു ചാപ്റ്ററാണ്. മാർക്കും കൂടുതലാണ്, ചാപ്റ്ററും സിമ്പിളാണ്. സോ വിൽ സ്റ്റാർട്ട് നൗ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പോൾ ആദ്യം ഇതിൽ നമ്മൾ കാണുന്നത് കലോറിമെട്രിയാണ്. അതായത് പല പല സ്കെയിലുകളിലുള്ള കാര്യം നമ്മൾ കമ്പയർ ചെയ്യും. തെർമോമെട്രി, ഓക്കെ, വിൽ ബി സ്റ്റഡിങ് തെർമോമെട്രി ഫസ്റ്റ്. എന്താണ് ഹീറ്റിനെ മെഷർ ചെയ്യുന്ന പല പല സ്കെയിലുകളാണ് നമുക്കറിയാം. അപ്പോൾ ഈ സ്കെയിലുകൾ തമ്മിലുള്ള കമ്പാരിസൺ, അതായത് സെൽഷ്യസ് സ്കെയിലിൽ 10 ഡിഗ്രി, ഫാരൻഹീറ്റ് സ്കെയിൽ എത്ര ഡിഗ്രിയാണ്, അല്ലെങ്കിൽ കെൽവിൻ സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഏത് പോയിന്റിലാണ് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും ഈക്വൽ ആകുന്നത്, അതുപോലെ കെൽവിൻ സ്കെയിലും സെൽഷ്യസ് സ്കെയിലും ഈക്വൽ ആകുമോ, എന്തുകൊണ്ട് ഈക്വൽ ആകുന്നില്ല, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റിയൊരു ഏരിയയാണ് തെർമോമെട്രി. കറക്റ്റ്. സോ ഇതെല്ലാം നമുക്ക് പറയാൻ ഒരൊറ്റ ഇക്വേഷൻ മതി. ഏതാണ് ഇക്വേഷൻ? ഈ എഴുതിയിരിക്കുന്നത് C-0 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 180 ഈസ് ഈക്വൽ ടു K-273 ബൈ 100 ഈസ് ഈക്വൽ ടു R-0 ഡിവൈഡഡ് ബൈ 80. അപ്പം ഈ ഒരു ഒറ്റ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ ദിസ് എൻറ്റയർ സെഷൻ, അതായത് തെർമോമെട്രി ഈസ് ഈസി ഫോർ എസ്. നൗ എങ്ങനെയാണ് ഇത് വന്നതെന്നും കൂടെ ജസ്റ്റ് പറഞ്ഞുതരാം. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമുക്ക് ഇഷ്ടം ഏത് ക്വസ്റ്റ്യൻ ഈ ഭാഗത്ത് ചോദിക്കുകയാണെങ്കിലും യു വിൽ ബി ഏബിൾ ടു ആൻസർ ദാറ്റ്. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നത് എന്താണ്? ഗിവൺ വാല്യൂ. ഇപ്പോൾ നിങ്ങളോട് 10 ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ എത്രയാണ് ഫാരൻഹീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ സിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കറക്റ്റ്. സോ 10-0 ഡിവൈഡ് ബൈ 100 ഈസ് ഈക്വൽ ടു F-32 ബൈ 180. അപ്പോൾ അൺനോൺ ആയിട്ട് ഒരൊറ്റ വേരിയബിളേ ഉള്ളൂ. ഏതാണത്? ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 10 ഡിഗ്രി സെൽഷ്യസ് ഫാരൻഹീറ്റ് സ്കെയിലിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ഫാരൻഹീറ്റ് ആണ്? നമ്മൾ എന്ത് മാത്രം ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ. സോ ഇറ്റ് ഈസ് 10-0 ഡിവൈഡഡ് ബൈ 100 ഈസ് ഈക്വൽ ടു F-32 ഡിവൈഡഡ് ബൈ 180. കറക്റ്റ്. അപ്പോൾ ഇതെന്തായി? 1/10 ഈസ് ഈക്വൽ ടു F-32 ബൈ 180. കറക്റ്റ്. അത് രണ്ടും പോയി. നൗ F-32 ഈസ് ഈക്വൽ ടു 18 ആൻഡ് F ഈസ് ഈക്വൽ ടു 32 പ്ലസ് 18 വിച്ച് ഈസ് ഈക്വൽ ടു 50. കറക്റ്റ്. വളരെ സിമ്പിൾ അല്ലേ? എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നൊരു സാധനമല്ലേ? അപ്പോൾ ഇവിടെ സി എന്താണ്? ഗിവൺ റീഡിങ്. മൈനസ് 0 എന്താണ്? ലോവർ ഫിക്സഡ് പോയിന്റ് ഫോർ സെൽഷ്യസ് സ്കെയിൽ അല്ലേ? ഡിവൈഡഡ് ബൈ 100 എന്താണ്? അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് അഗെയിൻ ലോവർ ഫിക്സഡ് പോയിന്റ്. ഈ അപ്പർ ഫിക്സഡ് പോയിന്റ് ലോവർ ഫിക്സഡ് പോയിന്റ് ഡിനോമിനേറ്ററിൽ അത് മാത്രമേ വരുള്ളൂ. കാരണം അപ്പർ ഫിക്സഡ് പോയിന്റ് നിന്ന് ലോവർ ഫിക്സഡ് പോയിന്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ ദാറ്റ് സ്കെയിൽ. സെൽഷ്യസ് സ്കെയിലാകെ 100 ഡിവിഷനേ ഉള്ളൂ. അപ്പം ബോയിലിംഗ് പോയിൻ്റ് ആണ് ഈ 100. ബോയിലിംഗ് പോയിന്റ് മീൻസ് വാട്ട്? സ്റ്റീമും വാട്ടറും കോഎക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലം. അതുപോലെ ഐസും വാട്ടറും കോഎക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത് 0 ഡിഗ്രി സെൽഷ്യസ്. ഈ 100 - 0 വിൽ ഗീവ് യു ദ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ സെൽഷ്യസ് സ്കെയിൽ. കറക്റ്റ്. അതുപോലെ ഇപ്പം നമ്മളോട് ഫാരൻഹീറ്റ് സ്കെയിലിൽ എത്ര നമ്പർ ഓഫ് ഡിവിഷൻസ് ഉണ്ട്? ഫാരൻഹീറ്റ് സ്കെയിൽ ഹാസ് ഗോട്ട് 180 ഡിവിഷൻസ്. കറക്റ്റ്. കെൽവിൻ സ്കെയിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? കെൽവിൻ സ്കെയിൽ ഹാസ് ഗോട്ട് അഗെയിൻ 100 ഡിവിഷൻസ്. കെൽവിൻ സ്കെയിലിൽ 100 ഡിവിഷനാണ്, സെൽഷ്യസ് സ്കെയിലിൽ 100 ഡിവിഷനാണ്. മീൻസ് വാട്ട്? 1 ഡിഗ്രി റൈസ് ഇൻ സെൽഷ്യസ് സ്കെയിൽ ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി റൈസ് ഇൻ കെൽവിൻ സ്കെയിൽ. അപ്പോൾ ആ രണ്ടിലും എന്ത് ഈക്വലാണ്? ഒരു ഡിവിഷൻ്റെ വാല്യൂ ഈക്വലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് കൺവേർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും എവിടെയാണ് കോയിൻസൈഡ് ചെയ്യുന്നത്? അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ. കറക്റ്റ്. അപ്പോൾ ഈ ഒരൊറ്റ ഇക്വേഷൻ മാത്രം അവിടെ പഠിച്ചു വെച്ചാൽ മതി. ഇനി ഇവിടെ ചിലത് മാത്രം ഈ ഇക്വേഷൻ വെച്ച് കിട്ടിയ ചില സാധനങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം അവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് തിങ് F ഈസ് ഈക്വൽ ടു 9/5 C + 32. അത് ഈ മേലെ എഴുതിയിരിക്കുന്നത് കിട്ടിയതാണ്. നൗ സെക്കൻഡ് തിങ് സെൽഷ്യസ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും കോയിൻസൈഡ് ചെയ്യുന്ന എവിടെയാണ്? -40 എന്ന വാല്യൂവിലാണ് സെൽഷ്യസും ഫാരൻഹീറ്റും കോയിൻസൈഡ് ചെയ്യുന്നത്. അടുത്ത് ഫാരൻഹീറ്റ് ആൻഡ് കെൽവിൻ സ്കെയിൽ 574.25.
അടുത്ത പോയിന്റ് ഐ ഹാവ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. എന്താണത്? സെൽഷ്യസ് സ്കെയിലും കെൽവിൻ സ്കെയിലും ഒരിക്കലും കോയിൻസൈഡ് ചെയ്യുന്നില്ല. അവർക്ക് കോയിൻസൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം അവിടെ 1 ഡിഗ്രി ഇവിടെ കൂടുമ്പോൾ അതിന് പാരലായിട്ട് അപ്പുറത്ത് 1 ഡിഗ്രി കൂടുന്നുണ്ട്. പക്ഷേ ഇവരുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് കുറച്ച് മാറിപ്പോയി. നമ്മുടെ സെൽഷ്യസ് സ്കെയിൽ സ്റ്റാർട്ട് ചെയ്ത് 0-ലാണ്. അതെവിടെ തീരും? 100 തീരും. മറ്റേ ആൾ സ്റ്റാർട്ട് ചെയ്ത് 273-ലാണ്. പിടികിട്ടിയോ? അപ്പം ഒരാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓൾറെഡി അവിടെ ഡിലേ വന്നു. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഡിലേ ആയി. ഇപ്പം 2 കുട്ടികൾ ഒരു അത്ലീറ്റ് ട്രാക്കിൽ, നമ്മുടെ ഒരു സ്റ്റേഡിയത്തിലൊക്കെ ഒരു ട്രാക്കിൽ 2 കുട്ടികൾ ഓടാൻ തുടങ്ങുകയാണ്. ഇവർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഒരാൾ 100 മീറ്റർ മുമ്പിലാണ്. പക്ഷേ 2 പേരുടെ വെലോസിറ്റി സെയിമാണ്. മനസ്സിലായോ? അപ്പോൾ 2 പേരുടെ വെലോസിറ്റി സെയിം ആണെങ്കിൽ ഇവരെപ്പോഴെങ്കിലും കൂട്ടിമുട്ടോ? ഇവരൊരിക്കലും കൂട്ടിമുട്ടില്ല. അതേ കാര്യമാണ് സെൽഷ്യസ് സ്കെയിലിൻ്റെയും കെൽവിൻ സ്കെയിലിൻ്റെയും കാര്യത്തിൽ നമ്മളിവിടെ പഠിക്കുന്നത്. ഓക്കെ, 2 പേരുടെയും ലോവർ ഫിക്സഡ് പോയിന്റ് ഡിഫറൻ്റ് ആണ്. ബട്ട് ദെയർ നമ്പർ ഓഫ് ഡിവിഷൻസ് ആർ ഈക്വൽ. സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി ആ ജനറൽ ടേം അതെന്താണെന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഗിവൺ ഫോൾട്ടി റീഡിംഗ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ഡിവൈഡഡ് ബൈ അപ്പർ ഫിക്സഡ് പോയിന്റ് മൈനസ് ലോവർ ഫിക്സഡ് പോയിന്റ് ഈസ് ഈക്വൽ ടു C-0/100 or F-32/180 or R-0/100 or K-273 divided by 100. ഓക്കെ അല്ലേ? ഓക്കെ. നൗ നെക്സ്റ്റ് പോയിന്റ് എന്താണ് ഈ ഗാമ അപ്പറൻറ്റും ഉണ്ട്, ഗാമ റിയലും ഉണ്ട്. അത് എക്സ്പാൻഷനാണ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തിങ്, റിയൽ ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ഒറിജിനൽ ചേഞ്ച് ഇൻ ടു റൈസ് ഓഫ് ടെമ്പറേച്ചർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാമ റിയൽ കിട്ടും. ഗാമ അപ്പറൻറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ റിയൽ ചേഞ്ചിന് പകരം അപ്പറൻറ്റ് ചേഞ്ച് എടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ഇക്വേഷൻസ് ആണ്. നിങ്ങളോട് ഗാമ റിയൽ ആണ് ചോദിക്കുന്നതെങ്കിൽ ഗാമ റിയൽ ഈസ് ഈക്വൽ ടു റിയൽ ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്തായാലും എന്ത് തന്നെയാണ്? ഒറിജിനൽ വോളിയം ഇൻറ്റു റൈസ് ഓഫ് ടെമ്പറേച്ചർ. മുകളിലുള്ളത് ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഗാമ റിയൽ, then in the numerator you will be finding real change in volume. Now if you are asked to calculate gamma apparent, in the numerator you will be seeing apparent change in volume. Correct? ഇനി എന്താണ് ഈ ഗാമ റിയലും ഗാമ അപ്പറൻറ്റും തമ്മിൽ വ്യത്യാസം? ഗാമ അപ്പറൻറ്റിൻ്റെ കൂടെ കോഎഫിഷ്യൻ്റ് ഓഫ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഓഫ് ദ വെസൽ, അതായത് നമ്മൾ വെള്ളം ചൂടാക്കുന്ന കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളം ചൂടാക്കുമ്പം ഈ വെള്ളത്തിന് ഈ ചൂട് കിട്ടുന്നത് എന്തിലൂടെയാണ്? ആ പാത്രം അവിടെ വെച്ചിട്ടില്ലേ? അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പാത്രത്തിന് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ക്യൂബിക്കൽ എക്സ്പാൻഷൻ സംഭവിക്കുന്നില്ലേ? അപ്പോൾ അതും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഗാമ റിയൽ കിട്ടുന്നത്. സോ ഗാമ റിയൽ ഈസ് ഈക്വൽ ടു ഗാമ അപ്പറൻറ്റ് പ്ലസ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ ഓഫ് ദ വെസൽ. ഇനി അതിൻ്റെ താഴെ വീണ്ടും ഞാനൊരു വാല്യൂ എഴുതിയിട്ടുണ്ട്. എന്താണത്? നേരത്തെ പഠിച്ച അതേ സാധനം. C/100 ഈസ് ഈക്വൽ ടു C/100 ആകാം, F-32/180 ആകാം, എന്തും ആകാം. ദാറ്റ് അഗെയിൻ യു ക്യാൻ കമ്പയർ വിത്ത് XT മൈനസ് X0 ഡിവൈഡഡ് ബൈ X100 മൈനസ് X0. അതെന്താണ്? XT മൈനസ് X0 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ടെമ്പറേച്ചറിലെ, ഇപ്പം നിങ്ങളോട് പറയണം 40 ഡിഗ്രി സെൽഷ്യസിലെ ലെങ്ത്ത്, 40 ഡിഗ്രി സെൽഷ്യസിലെ ഒരു അയൺ റോഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ 40 ഡിഗ്രി സെൽഷ്യസിലെ അയൺ റോഡിൻ്റെ ലെങ്ത്ത് മൈനസ് 0 ഡിഗ്രി സെൽഷ്യസിലെ അയൺ റോഡിൻ്റെ ലെങ്ത്ത് ഡിവൈഡഡ് ബൈ 100 ഡിഗ്രി സെൽഷ്യസിലെ അയൺ റോഡിൻ്റെ ലെങ്ത്ത് മൈനസ് 0 ഡിഗ്രി സെൽഷ്യസിലെ അയൺ റോഡിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ആ മെഷർ എന്തിൻ്റെയാണ്? ലെങ്ത് ഓഫ് ദ അയൺ റോഡ്. അതെന്താകാം? എന്തും ആകാം. കറക്റ്റ്. ഇറ്റ് ക്യാൻ ബി റേഡിയസ് ഓഫ് എ സ്പോക്ക് വീൽ അല്ലേ? അതൊരു ക്വസ്റ്റ്യനാണ്. റേഡിയസ് ഓഫ് ദ സ്പോക്ക് വീൽ ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് 30 ഡിഗ്രി സെൽഷ്യസിലെ റേഡിയസ് ഓഫ് ദ സ്പോക്ക് വീൽ നിങ്ങൾ കണ്ടുപിടിക്കണം. Given in the question you are given the radius of the spoke wheel at 0 degree Celsius and 100 degree Celsius. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളോട് 40 ഡിഗ്രി സെൽഷ്യസിലെ റേഡിയസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട് ഐ വിൽ റൈറ്റ്? 40 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞു. സോ ഐ വിൽ ബി റൈറ്റിംഗ് C-0/100 40/100 ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സ്പോക്ക് വീൽ അറ്റ് 40 മൈനസ് radius of the spoke wheel at 0 degree Celsius divided by radius of the spoke wheel at 100 degree Celsius minus radius of the spoke wheel at 0 degree Celsius. മനസ്സിലായോ? സിമ്പിൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? ഏതെങ്കിലും ഒരു ഡിഗ്രി സെൽഷ്യസിലെ ആ സർട്ടൻ വാല്യൂ മൈനസ് 0 ഡിഗ്രി സെൽഷ്യസിലെ സെയിം വാല്യൂ ഡിവൈഡഡ് ബൈ 100 ഡിഗ്രി സെൽഷ്യസിലെ ആ വാല്യൂ മൈനസ് 0 ഡിഗ്രി സെൽഷ്യസിലെ ആ വാല്യൂ. ഓക്കെ അല്ലേ? ഓക്കെ. Now, linear expansion alpha, areal expansion beta, volume expansion gamma.
ഓക്കെ, കാരണം ഞാനിപ്പോൾ ഒരു അയൺ റോഡ് എടുത്തു, ഞാൻ അതിനെ ഹീറ്റ് ചെയ്തു, അതിനെന്ത് സംഭവിച്ചു? ലീനിയർ എക്സ്പാൻഷൻ. ഞാനൊരു അയൺ പ്ലേറ്റ് എടുത്തു, അതിന് ഹീറ്റ് ചെയ്തു, അതിനെന്ത് കിട്ടി? ഏരിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. ഇനി ഞാനൊരു വെസൽ എടുത്തു, അല്ലെങ്കിൽ വോളിയം ഉള്ളൊരു സബ്സ്റ്റൻസ്, ഒരു സാധനം എടുത്തു, ഞാൻ അതിനെ ഹീറ്റ് ചെയ്തു, അതിനെ 3 ഡയമെൻഷനിലും ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അങ്ങനെ 3ലും അതിനെന്ത് സംഭവിച്ചു? എക്സ്പാൻഷൻ. സോ ഐ കോൾ ഇറ്റ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വോളിയം എക്സ്പാൻഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ആൽഫ, ബീറ്റ, ഗാമ. ആൽഫ ഈസ് ദ ലീനിയർ എക്സ്പാൻഷൻ, ബീറ്റ ഈസ് ദ ഏരിയൽ ഓർ സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ ആൻഡ് ഗാമ ഈസ് ദ വോളിയം എക്സ്പാൻഷൻ. ഇവർ 3 പേരും തമ്മിലുള്ള ബന്ധം എന്താ? ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു 1:2:3. സിമ്പിൾ അല്ലേ? പലവട്ടം നിങ്ങൾ കേട്ട സാധനമാണ്. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് വേറെ എന്ത് ചെയ്യാം? ഇവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ദ ആൽഫ ബൈ ബീറ്റ ഈസ് ഈക്വൽ ടു 1/2. അത് ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു 1:2:3 എന്ന് പറയുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. സോ ആൽഫ ബൈ ബീറ്റ ഈസ് ഈക്വൽ ടു 1/2, വിച്ച് മീൻസ് ദാറ്റ് ബീറ്റ ഈസ് ഈക്വൽ ടു 2 ആൽഫ. ഓക്കെ അല്ലേ? അതുപോലെ പിന്നെ ആരൊക്കെ തമ്മിൽ? ബീറ്റ ബൈ ഗാമ ഈസ് ഈക്വൽ ടു 2/3. ബീറ്റ ബൈ ഗാമ ഈസ് ഈക്വൽ ടു 2/3 മീൻസ് വാട്ട്? ഗാമ ഈസ് ഈക്വൽ ടു 3/2 ബീറ്റ. അപ്പോൾ ബീറ്റയേക്കാൾ വലുതാണ് ഗാമ, ആൽഫയേക്കാൾ വലുതാണ് ബീറ്റ. ഇനി ആൽഫയും ഗാമയും തമ്മിലുള്ള ബന്ധം നോക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ആൽഫ ബൈ ഗാമ ഈസ് ഈക്വൽ ടു 1/3. സോ ഗാമ ഈസ് ഈക്വൽ ടു 3 ആൽഫ. ഉണ്ടോ? അപ്പം ആൽഫ ഈസ് ടു ബീറ്റ ഈസ് ടു ഗാമ ഈസ് ഈക്വൽ ടു 1:2:3. സിമ്പിൾ അല്ലേ? ഓക്കെ. പിന്നെ വാട്ടറിന് ഒരുപാട് പ്രത്യേകതയുള്ളൊരു സാധനമാണ് വാട്ടർ അല്ലേ? യൂണിവേഴ്സൽ കൂളൻ്റ് ആണ്. ഇതുപോലെ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്കറിയാം ലേക്കിൽ ഏറ്റവും മേലെ, ഇപ്പോൾ താഴെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു ലേക്ക് അല്ലെങ്കിൽ ഒരു പുഴ, ഒരു മഞ്ഞുകാലം വരികയാണ്, മൊത്തം പുഴയും ഒരേ സമയത്ത് ഫ്രീസായി പോവോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അക്വാറ്റിക് ഓർഗാനിസംസിനൊന്നും അതിൻ്റെ താഴെ എന്ത് ചെയ്യാൻ കഴിയില്ല? സർവൈവ് ചെയ്യാൻ കഴിയില്ല. സോ എന്താണ് നമ്മൾ പറയുക? ദൈവം സഹായിച്ച് അവിടെ എന്ത് സംഭവിക്കുന്നില്ല? അങ്ങനെ മൊത്തം ലേക്ക് അല്ലെങ്കിൽ ആ റിവർ ഫ്രീസ് ചെയ്യുന്നില്ല. ഏറ്റവും മേലെ മാത്രമാണ് ഫ്രീസ് ചെയ്യുന്നത്. ആ താഴെ മൊത്തം എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ അക്വാറ്റിക് ആനിമൽസിന് സർവൈവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ കാരണം 4 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടറിൽ ഏറ്റവും കൂടുതൽ വോളിയം, ഏറ്റവും കുറവ് വോളിയം, ഏറ്റവും കൂടുതൽ ഡെൻസിറ്റിയും. അപ്പോൾ ഡെൻസിറ്റി കൂടുമ്പോൾ എന്താ പറ്റുക? കാരണം നമ്മൾ തണുത്ത് വരിക. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ആദ്യം 10 ഡിഗ്രി സെൽഷ്യസ്, ഇങ്ങനെ തണുപ്പ് കൂടി 8 ഡിഗ്രി സെൽഷ്യസായി, വീണ്ടും തണുപ്പ് കൂടി 6 ഡിഗ്രി, 4 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റിക്ക് എന്ത് പറ്റി? മാക്സിമം ഡെൻസിറ്റി. ശരിയല്ലേ? ഡെൻസിറ്റി കൂടുമ്പോൾ എന്താ പറ്റുക? താഴേക്ക് പോകും. ശരിയല്ലേ? ഡെൻസിറ്റി കൂടുമ്പം വെയിറ്റ് കൂടിയ സാധനമാണ്. അപ്പോൾ ആ ലെയർ താഴേക്ക് പോകും. അപ്പം ഇപ്പോൾ ഇതാണ് നമ്മുടെ വാട്ടർ സർഫസ് ആണിത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വാട്ടർ സർഫസിൻ്റെ ഏറ്റവും മേലെ നിന്നാണല്ലോ ഇപ്പോൾ തണുത്ത് തുടങ്ങുക. കാരണം അറ്റ്മോസ്ഫിയർ മേലെ നിന്നാണ് നമ്മുടെ തണുപ്പ് താഴേക്ക് വരുന്നത്. അപ്പം ആദ്യം ആർക്കാണോ 4 ഡിഗ്രി ആവുന്നത് അവനവൻ ഇങ്ങനെ താഴേക്ക് വരികയാണ്. അങ്ങനെ ആൾക്കാർ താഴേക്ക് വരികയാണ്. അപ്പം മുകളിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും 4 ആവും. അപ്പോൾ ഏറ്റവും മേലുള്ള ആൾക്ക് മാത്രം പിന്നെ ഒരാളുടെയും താഴേക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ആ 4 പിന്നെ അടുത്ത് എന്താവും? 3 ഡിഗ്രി ആവും. ആ 3 2 ഡിഗ്രി ആവും. ആ 2 1 ഡിഗ്രി ആവും. ആ 1 0 ഡിഗ്രി ആവും. സോ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് വാട്ടർ വിൽ ഫ്രീസ്. അതുകൊണ്ട് ആ മേലത്തെ ലെയർ മാത്രം എന്താവും? only the top layer becomes frozen. അതുകൊണ്ട് താഴെ എപ്പോഴും എന്ത് തന്നെയായിരിക്കും? 4 ഡിഗ്രി സെൽഷ്യസ്, മാക്സിമം ഡെൻസിറ്റി, മിനിമം വോളിയം. താഴെ എല്ലാവരും സേഫാണ്. ഏറ്റവും മേലെയുള്ള ആൾക്കാർക്ക് മാത്രം എന്ത് പറ്റും? ഫ്രോസൺ ആയി പോവും. ഓക്കെ അല്ലേ? ഓക്കെ, സിമ്പിൾ. അപ്പോൾ ആ പ്രോപ്പർട്ടി മാത്രമാണ് നമ്മളവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. മിനിമം വോളിയം അറ്റ് 4 ഡിഗ്രി സെൽഷ്യസ്, അതേ സ്ഥലത്താണ് മാക്സിമം ഡെൻസിറ്റി. ഓക്കെ. നൗ ഫോമിംഗ് ഇക്വേഷൻസ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ആൽഫ എന്ന് നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്. ഇറ്റ് ഈസ് ലീനിയർ എക്സ്പാൻഷൻ. ഓക്കെ. വാട്ട് ഈസ് ബീറ്റ? ഇറ്റ് ഈസ് സൂപ്പർഫിഷ്യൽ എക്സ്പാൻഷൻ. വാട്ട് ഈസ് ഗാമ? ഇറ്റ് ഈസ് ക്യൂബിക്കൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ വോളിയം എക്സ്പാൻഷൻ. നൗ ശരിക്കും എന്താണ് ആൽഫ? ഓക്കെ, ആൽഫ ഹാസ് ഗോട്ട് ആൻ ഇക്വേഷൻ വിച്ച് ഇസ് ആൽഫ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഡെൽറ്റ ടി. എന്താണിത്? ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത് പെർ യൂണിറ്റ് റൈസ് ഓഫ് ടെമ്പറേച്ചർ എന്ന് എനിക്കതിന് പറയാൻ പറ്റും. എന്താണ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്ത്? ചേഞ്ച് ഇൻ ലെങ്ത്ത് ബൈ ഇനിഷ്യൽ ലെങ്ത്ത്. ഇതാണ് എന്ത്? ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്ത്. ഓക്കെ അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത്ത് ബൈ ഇനിഷ്യൽ ലെങ്ത്ത് ഈസ് കോൾഡ് ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്ത്. ഈ ഡെൽറ്റ എൽ ബൈ എൽ ആണ് നമ്മുടെ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്ത് പെർ യൂണിറ്റ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. ഒരു യൂണിറ്റ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീനിയർ എക്സ്പാൻഷൻ. സോ ദാറ്റ് ഈസ് ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി. ഇപ്പോൾ ഞാനിത് ഇങ്ങനെ പഠിച്ചത്. ആൽഫ ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഡെൽറ്റ ടി
beta equal to delta A by A delta T. Now gamma is equal to delta V by V delta T. So when you convert it into a statement, you can say that, so alpha is the fractional change in length per unit rise of temperature, beta is the fractional change in area per unit rise of temperature, and gamma is the fractional change in volume per unit rise of temperature. Simple alle? Simple. Okay. Now alpha is equal to delta L by L delta T. We already discussed it. Second point, delta L is equal to L alpha delta T. Straight aki. Okay. One fraction is straight aki. Now delta L is equal to L alpha delta T. So delta L is the change in length. L is the initial length. We heat length L. Okay, simple. Alpha is the linear expansion, coefficient of linear expansion. Delta T is the change in temperature. Now, this is length. The new length is equal to L0 into 1 plus alpha T. Okay, the new length. Because initially length. Now, change in length delta L is equal to L alpha delta T. So, what is the new length? L plus L alpha delta T, which is equal to L into 1 plus alpha delta T. That's length at a certain temperature T is equal to length at 0 Kelvin into 1 plus alpha delta T. Okay. Now next thing. Okay, 40 degrees Celsius length. അതുപോലെ 60 ഡിഗ്രി സെൽഷ്യസിലെ ലെങ്ത്ത് ഇത് രണ്ടും നിങ്ങൾക്ക് തരികയാണ്. എന്നിട്ട് നിങ്ങളോട് വാട്ട് ഈസ് ദ ലെങ്ത് അറ്റ് 0 കെൽവിൻ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത് അറ്റ് 40 ഈസ് ഈക്വൽ ടു ലെങ്ത് അറ്റ് 0 ഇൻറ്റു 1 പ്ലസ് ആൽഫ T1 40. ഓക്കെ, അതുപോലെ ലെങ്ത് അറ്റ് 60 ഈസ് ഈക്വൽ ടു L0 ഇൻറ്റു 1 പ്ലസ് ആൽഫ 60. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ നമുക്ക് പല രീതിയിൽ ഇക്വേഷൻസ് ഫ്രെയിം ചെയ്യാം. നിങ്ങളെ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക. So, final length at a certain temperature is equal to initial length into 1 plus alpha delta T, where alpha is the coefficient of linear expansion and delta T is the rise in temperature. Okay, in this just divide cancel L0 cancelled and we will be getting the equation L1 by L2 is equal to 1 plus alpha T1 divided by 1 plus alpha T2. Simple. അപ്പോൾ ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന മറ്റൊരു സാധനമാണ് ആൽഫ ഈസ് ഈക്വൽ ടു. അപ്പോൾ ചില കേസിൽ നമുക്ക് എന്ത് തരില്ല, അവർ ഇനിഷ്യൽ ടെമ്പറേച്ചർ ഇതൊന്നും അവർ തരില്ല. അവർ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഒന്ന്, 40 ഡിഗ്രി സെൽഷ്യസിലെ ലെങ്ത് ഇത്രയായിരുന്നു, 60 ഡിഗ്രി സെൽഷ്യസിലെ ലെങ്ത് ഇത്രയുമാണ്, അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ആൽഫ? അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ആൽഫ ഈസ് ഈക്വൽ ടു L2 മൈനസ് L1 ഡിവൈഡഡ് ബൈ L1 T2 മൈനസ് L2 T1. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു L2 മൈനസ് L1 ഡിവൈഡഡ് ബൈ L1 T2 മൈനസ് L2 T1. ഓക്കെ, അപ്പോൾ അവിടെ എനിക്ക് എന്ത് മാത്രമേ ഉള്ളൂ? നമുക്ക് റൈസിൻ ടെമ്പറേച്ചർ ആയിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. ഇനിഷ്യൽ ലെങ്ത് 40 ആണെന്നും പറയും. അപ്പോൾ റൈസിൻ ടെമ്പറേച്ചർ 10 ആണ്. സോ യു നോ T2 ഈസ് 50. ഓക്കെ, T2 ഈസ് 50. അതുപോലെ ലെങ്ത് അറ്റ് 40 ലെങ്ത് അറ്റ് 15 തന്നിട്ടുണ്ടാവും. അത് മാത്രം തന്നാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൽഫ കണ്ടുപിടിക്കാം. ശരിയല്ലേ? സോ L2 മൈനസ് L1 ഡിവൈഡഡ് ബൈ L1 T2 മൈനസ് L2 T1. ഇനി എന്താണ് വേരിയേഷൻ ഓഫ് ടൈം പെർ സെക്കൻഡ്? നമുക്കറിയാം സമ്മറിലും വിൻ്ററിലും ചൂടാവുന്നതും തണുക്കുന്നതനുസരിച്ച് നമ്മുടെ ക്ലോക്കിൻ്റെ ലെങ്ത്തിന് മാറ്റം വരും. അങ്ങനെ വരുമ്പം ദ ടൈം ഗെയിൻഡ് ഓർ ലോസ്റ്റ് പെർ സെക്കൻഡ് ഈസ് ഈക്വൽ ടു ഹാഫ് ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, ആ ഇക്വേഷൻ ഡയറക്റ്റ് പഠിച്ചാൽ മതി, ഹാഫ് ആൽഫ ഡെൽറ്റ ടി. ഇനി അത് പെർ ഡേ ആകുമ്പം എത്ര ആയി? 43200, അതായത് 86400 സെക്കൻഡ്സ് ആണ് ഒരു ദിവസം ഉള്ളത്. അപ്പോൾ ഹാഫ് ഇൻറ്റു ആൽഫ ഇൻറ്റു ഡെൽറ്റ ടി ഇൻറ്റു 86400. ഓക്കെ, അത് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? 43200 ആൽഫ ഡെൽറ്റ ടി. ഇതെന്തിനാണ് പഠിച്ചു വെക്കുന്നത്? കാരണം അവിടെ നമ്മൾ എക്സാം ഹോളിൽ പോയി ആകെ 1 മിനിറ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടുന്നതിൽ ഏകദേശം ഒരു അര മിനിറ്റ് ഒരു ദിവസം എത്ര സെക്കൻഡ് ഉണ്ടെന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് വാല്യൂസൊക്കെ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കുക. സിമ്പിളല്ലേ? 86400. അപ്പോൾ നേരെ ഹാഫ് 43200 ആൽഫ ഡെൽറ്റ ടി. ഓക്കെ, ഒരു ദിവസം 86400 സെക്കൻഡ്സ് ആണ്. നമ്മൾ ഇക്വേഷനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 43200 ആൽഫ ഡെൽറ്റ ടി ആണ് ഒരു ദിവസം ഉണ്ടാകുന്ന ടോട്ടൽ ഗെയിൻ ഓർ ലോസ് ഇൻ ദ ടൈം. ഓക്കെ, അടുത്ത 3 ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഹീറ്റ് കപ്പാസിറ്റി, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ് ഹീറ്റ് കപ്പാസിറ്റി? ഒരു വലിയ സബ്സ്റ്റൻസിന് ഒരു സർട്ടൺ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാൻ ഞാൻ കൊടുക്കേണ്ട എൻ്റയർ ഹീറ്റ് അതെന്തും ആകാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് പെന്നിൻ്റെ ടെമ്പറേച്ചർ കൂട്ടണം. അപ്പോൾ ഞാനത് എന്ത് പറയും? ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദിസ് പെൻ, അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ആൻ ഐപാഡ്, അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദിസ് മൈക്ക്. ഇതൊക്കെ ഞാൻ എന്താ പറയുന്നത്? ആ സബ്സ്റ്റൻസിൻ്റെ മൊത്തം കാര്യം. ഓക്കെ, അതെന്തും ആകാം. ചിലപ്പോൾ അത് വലിയൊരു ബക്കറ്റാകാം, വലിയൊരു ബോളാകാം, ചിലപ്പോൾ ഒരു അയൺ റോഡാകാം. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, റൈറ്റ്?
സോ അങ്ങനെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ, ഞാൻ വളരെ വേഗമായിട്ടല്ലേ ഇപ്പോൾ സംസാരിച്ചത്, അതൊരു പെന്നാകാം, എന്തും ആകാം. അവിടെ ഞാൻ കറക്റ്റ് ഒരു എന്ത് വെച്ചിട്ടില്ല, ഒരു യൂണിറ്റ് വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനൊരു മാനദണ്ഡം വെച്ചിട്ടില്ല. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ റൈസ് ഓഫ് ടെമ്പറേച്ചർ ആണ് നമ്മുടെ കാൽക്കുലേഷൻ എങ്കിൽ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹീറ്റ് കപ്പാസിറ്റി എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. വി വോണ്ട് ബി സ്പെസിഫിക്. നൗ ഐ ആം ഗോയിങ് ടു ബി സ്പെസിഫിക്. ഓക്കെ, അപ്പം തീരെ സ്പെസിഫിക് അല്ല, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ, ഒരു ഡസ്റ്റർ അല്ലെങ്കിൽ ഒരു പെൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഹീറ്റ് കപ്പാസിറ്റി. നൗ സെക്കൻഡ് തിങ് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. കാരണം നോക്കിയേ, നിങ്ങൾ ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ നോക്കിയേ, എസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഓക്കെ, നമ്മൾ കൊടുത്തത് എന്തിനാ? ആ മൊത്തം ബോഡിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എടുത്തത്. ഓക്കെ, നൗ വാട്ട് ഈസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? നമ്മൾ പറഞ്ഞത് പെർ യൂണിറ്റ് മാസ് ആകുമ്പോൾ അതെന്തായി മാറി? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയി. അതായത് 1 കിലോഗ്രാമിൻ്റെ ടെമ്പറേച്ചർ ഒരു സബ്സ്റ്റൻസിൻ്റെ ആണോ ഞാൻ ഇപ്പോൾ പറഞ്ഞത്? അല്ല, 1 കിലോഗ്രാം ഐസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ വേണ്ട എനർജി. മനസ്സിലായോ? മറ്റേതെന്തായിരുന്നു? ആ ഐസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് എനിക്ക് ഇൻക്രീസ് ചെയ്യണം. ഇപ്പം ഞാൻ എന്തിനെ പറ്റി പറയുന്നത്? 1 കിലോഗ്രാം ഐസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്യണം. കറക്റ്റ്. നൗ ഐ എം ഗോയിങ് ടു ബി മോർ സ്പെസിഫിക്. അതെങ്ങനെ മോർ സ്പെസിഫിക് ആകുന്നു? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. 1 മോൾ സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസിലൂടെ ഇൻക്രീസ് ചെയ്യാൻ ഞാൻ കൊടുക്കേണ്ട എനർജി, അതാണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സോ ഐ ഹാവ് ഗോട്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആസ് വെൽ ആസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. കറക്റ്റ്? ഓക്കെ. നൗ അപ്പോൾ അവിടെ ഈ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിലെ ഡിനോമിനേറ്ററിൽ ടോട്ടൽ മാസും കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്. എന്തുകൊണ്ടാണ് ടോട്ടൽ മാസും കൊണ്ട് ഡിവൈഡ് ചെയ്തത്? കാരണം എനിക്ക് വേണ്ടത് ഒരു കിലോഗ്രാം അല്ലെങ്കിൽ 1 യൂണിറ്റ് മാസിൻ്റെ ഇൻക്രീസ് ആണ് എനിക്ക് വേണ്ടത്. സോ ഐ ഡിവൈഡഡ് ദ ടോട്ടൽ ബൈ മാസ്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? യൂണിറ്റ് മാസിൻ്റെ കിട്ടി. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? മോളാർ മാസും കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം എനിക്ക് വേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്, അല്ലേ? ഒരു മോളിൻ്റെ 1 ഡിഗ്രി സെൽഷ്യസിലൂടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടതാണ് നമുക്ക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയിൽ വേണ്ടത്. ഓക്കെ, സോ ദ യൂണിറ്റ് വിൽ ബി ഫോർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇറ്റ് ഈസ് ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ. താഴെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആകുമ്പോൾ ജൂൾ പെർ മോൾ പെർ കെൽവിൻ. ഓക്കെ, നൗ വാട്ട് ഈസ് സി പി ആൻഡ് വാട്ട് ഈസ് സി വി? സി എന്ന് പറയുന്നത് എന്താണ്? മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ശരിയല്ലേ? സി മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. നൗ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആണ് സി പി. അതുപോലെ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആണ് സി വി. ഓക്കെ, സി പി സി വി. വാട്ട് ഈസ് സി പി ബൈ സി വി? ഇതൊക്കെ നമ്മൾ കൈനറ്റിക് തിയറിയിൽ പഠിക്കും. സി പി ബൈ സി വി ഇസ് ഗാമ. ഓക്കെ, സി പി ബൈ സി വി ഇസ് ഗാമ. വിൽ സ്റ്റഡി ഇറ്റ്. ഇനി എന്താണ് ഞാൻ അവിടെ സി ഡബ്ല്യു എന്ന് കൊടുത്തിരിക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞിട്ട് ഇതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വാല്യൂസാണ്. നമ്മൾ ഒരു വട്ടം കേട്ടാൽ പിന്നെ മറക്കുകയില്ല. ഇങ്ങനെ എക്സാമിന് പോവുക, ഓക്കെ സാർ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്. നിങ്ങളിത് കഴിഞ്ഞിട്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ നോക്കുക. തീർച്ചയായിട്ടും പറ്റും. ബി കോൺഫിഡൻറ്റ്, ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് സി ഡബ്ല്യു? സി ഡബ്ല്യു എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ആണോ അതോ മോളാർ സ്പെസിഫിക് ഹീറ്റ് ആണോ? സി ഡബ്ല്യു എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് ആണ്, മോളാർ സ്പെസിഫിക് ഹീറ്റ് അല്ല. നൗ വാട്ട് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ? അപ്പോൾ എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത്? 1 ഗ്രാമിൻ്റെ എന്ന് പറയുമ്പോൾ യു ഷുഡ് മൾട്ടിപ്ലൈ ദാറ്റ് വിത്ത് 1000 ടു ഗെറ്റ് ദ വാല്യൂ ഫോർ 1 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എനിക്ക് 1 ഗ്രാമിൻ്റെ ഇൻക്രീസ് ചെയ്യാൻ എത്ര കാലോറി വേണം? അത് മൊത്തം ഇപ്പോൾ CGS യൂണിറ്റിലായി. പക്ഷെ ഞാനത് SI യൂണിറ്റ് പറയുമ്പോൾ എന്തായി? 1 കിലോഗ്രാം വാട്ടറിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് റൈസ് ചെയ്യാൻ വേണ്ടത് എത്ര ജൂള് വേണം? അത് ചോദിക്കുമ്പോൾ അതെന്തായി? SI യൂണിറ്റിലുള്ള വാല്യൂ ആയി. അപ്പോൾ നമ്മൾ 2 വാല്യൂസും പഠിച്ചിരിക്കണോ? നിങ്ങൾ രണ്ടൊന്നും പഠിക്കണം. നിങ്ങൾ ഒരൊറ്റ വാല്യൂ പഠിച്ചാൽ മതി. ഏതാണ് ആ വാല്യൂ? 1. ഓക്കെ, വാട്ട് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ? ഇറ്റ് ഈസ് 1. വാട്ട് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ്? ഇറ്റ് ഈസ് 0.5. വാട്ട് ഈസ് ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് സ്റ്റീം? ദാറ്റ് ഈസ് ഓൾസോ 0.5. വളരെ സിമ്പിളല്ലേ? വാട്ടറിൻ്റെ 1 ആണ്, ഐസിൻ്റെ 0.5 ആണ്, സ്റ്റീമിൻ്റെയും 0.5 ആണ്. എന്തുകൊണ്ട് ഇങ്ങനെ? കാരണം അതാണ് ഇതിൻ്റെ വാല്യൂസ്. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങളിവിടെ നോക്കേണ്ട കാര്യം, ആ 1 കാലറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ് നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ യു നോ ദറ്റ് 1 കാലറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. അപ്പോൾ എനിക്ക് അതും എളുപ്പമായി. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? സോ 1 കാലറി ഉണ്ടോ, 1 കാലറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഞാൻ അടുത്തുള്ള 1 കാലറി ഈസ് ഈക്വൽ ടു 4.2 ജൂൾ. സോ മൈ നെക്സ്റ്റ്
ഓപ്ഷൻ ഈസ് 4.2 ജൂൾ പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അതിൻ്റെ അർത്ഥം 4200 ജൂൾ പെർ കിലോഗ്രാം ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഈ 3 വാല്യൂ എനിക്ക് കിട്ടി. ഞാൻ എന്തുമാത്രം ഓർത്തിരുന്നാൽ മതി? ദ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈസ് 1 കാലറി പെർ ഗ്രാം ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അതുപോലെ ഞാൻ എന്തും കൂടെ നിങ്ങളോട് പറഞ്ഞു, സ്പെസിഫിക് ഹീറ്റ് ഓഫ് ഐസ് ഈസ് 0.5, സ്പെസിഫിക് ഹീറ്റ് ഓഫ് സ്റ്റീം ഈസ് ഓൾസോ 0.5. ബാക്കി രണ്ടും ഇതിൻ്റെ നേർ പകുതിയാണ്. അപ്പോൾ ഈ വാല്യൂസ് അറിയുന്ന ഒരാൾക്ക് മറ്റേത് എഴുതാൻ പറ്റും, 2.1 ജൂൾ അല്ലെങ്കിൽ 2100 ജൂൾ പെർ കിലോഗ്രാം. ഓക്കെ, വി ഹാവ് റിട്ടൺ ദാറ്റ് specific heat of ice is equal to specific heat of steam is equal to half that of specific heat of water. ഓക്കെ, ഇനിയുണ്ടോ latent heat of fusion and latent heat of vaporization. ഓക്കെ, ഫസ്റ്റ് തിങ് ഫ്യൂഷൻ. എന്താണ് ഫ്യൂഷൻ? latent heat of fusion, അതായത് ഐസ് മെൽറ്റ് ചെയ്ത് വാട്ടർ ആകാൻ ഞാൻ കൊടുക്കണ്ടേ, ഞാൻ ഹീറ്റ് എനർജി കൊടുക്കണ്ടേ. ഞാൻ ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ ഐസ് അത് അബ്സോർബ് ചെയ്യുന്നത് വെള്ളമായിട്ട് മാറുന്നു. അതായത് 1 ഗ്രാമിന് 80 കാലറി. നിങ്ങൾ കാലറിയുള്ള വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യുക, മറ്റേ നിങ്ങൾ നോക്കണം, മറ്റേ നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാം. അപ്പോൾ 1 കാലറി 0.5. ഇനി ലാറ്റൻ ഹീറ്റിൽ അതുപോലെ 2 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? 80 ആൻഡ് 540. കറക്റ്റ്, സിമ്പിൾ. 80 ആൻഡ് 540. 80 എന്തിനാണ്? ഐസിനാണ് 80 വേണ്ടത്. 1 ഗ്രാം ഐസിന് 80 കാലറി വേണം. 80 കാലറി പെർ ഗ്രാം. 1 ഗ്രാം ഐസിന് 80 കാലറി. അതുപോലെ വെള്ളത്തിന് എത്ര വേണം? വെള്ളത്തിന് സ്റ്റീമായിട്ട് മാറണ്ടേ? 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ ആണോ 100 ഡിഗ്രി സെൽഷ്യസിലെ സ്റ്റീമാണോ? ഹു ഈസ് മോർ പവർഫുൾ? ഹു ക്യാൻ കോസ് മോർ ബേൺസ്? ആർക്ക് കൂടുതൽ പൊള്ളലുണ്ടാക്കാൻ കഴിയും? സ്റ്റീമിനാണോ വാട്ടറിനാണോ? 2 പേരുടെയും ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബട്ട് സ്റ്റിൽ സ്റ്റീം ഈസ് മോർ പവർഫുൾ. കാരണം ഓരോ ഗ്രാം വാട്ടറും 540 കാലറി എക്സ്ട്രാ എടുത്തിട്ടാണ് എന്തായി മാറുന്നത്? സ്റ്റീമായിട്ട് മാറുന്നത്. സോ ആ ഫേസ് കൺവേർഷൻ റിക്വയർഡ് മോർ എനർജി. കറക്റ്റ്. ആ ഫേസ് കൺവേർഷൻ എന്ത് വേണം? കൂടുതൽ എനർജി വേണം. അപ്പോൾ വാട്ടറായിട്ട് നിൽക്കുന്നതിനേക്കാൾ എനർജി ഉള്ള ആളാണ് ആര്? Steam, each gram of steam is having 540 calorie more than each gram of water. Correct? So just study these values. 1 half 80 540 കഴിഞ്ഞു. Right? Now നോക്കണ്ട, 1 joule is equal to 10⁻⁷ erg. നിങ്ങൾക്ക് അറിയാം. Now Q is equal to mc delta T. Q is equal to mc delta T. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ m എന്താണ്? നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന c delta T എന്താണ്? c സ്പെസിഫിക് ഹീറ്റ് ആണ് അല്ലേ? ആ സ്പെസിഫിക് ഹീറ്റ് നമ്മൾ ആ ടോട്ടൽ മാസ്സായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടി? നമുക്ക് ടോട്ടൽ മാസിന് വേണ്ട ഹീറ്റ് കിട്ടി. അതിന് നമ്മൾ ഡെൽറ്റ ടിയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നൗ ഐ ഗോട്ട് ദ ടോട്ടൽ വാല്യൂ ഓഫ് എനർജി. കറക്റ്റ്. നൗ ഹീറ്റ് ഗെയിൻഡ് ഈസ് ഈക്വൽ ടു ഹീറ്റ് ലോസ്റ്റ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്? കൺവേർഷൻ ഫ്രം 1 ഗ്രാം ഐസ്, ഇത്രയും ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു, ഐസ് മെൽറ്റ് ചെയ്തോ ഇല്ലയോ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഈ ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ട ടോട്ടൽ എനർജി എത്രയാണ്? അപ്പോൾ നമ്മളിങ്ങനെ ഫേസ് കൺവേർഷൻ ആലോചിക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ടോട്ടൽ എനർജി റിക്വയർഡ്. 1 minute. Now you are asked to find the total energy required to convert -10 degree Celsius ice to 110 degree Celsius steam. ഓക്കെ, അപ്പം -10 ഡിഗ്രി സെൽഷ്യസിലെ ഐസിനെ 110 ഡിഗ്രി സ്റ്റീമായിട്ട് മാറ്റണം. അപ്പോൾ ആദ്യം ഇവിടെ എന്ത് നടക്കണം? ആദ്യം ഫേസ് ചേഞ്ച് നടക്കണം. ശരിയല്ലേ? ആദ്യം ഈ -10 ഡിഗ്രി സെൽഷ്യസ് ഐസ് എന്താവണം? -10 ഐസ് ആദ്യം 0 ഡിഗ്രി സെൽഷ്യസിൽ ഐസായിട്ട് മാറണം. ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ടെമ്പറേച്ചർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഫേസ് മാറുന്നുണ്ടോ? ഇല്ല. -10 ഐസ്, ഇപ്പോൾ 0 ഐസായിട്ട് എനിക്ക് മാറ്റണം. അപ്പോൾ അതിന് ഞാൻ എന്ത് എഴുതണം? നമ്മുടെ ഇക്വേഷൻ എന്താ? mc ഡെൽറ്റ ടി. എത്ര മാസ് ഉണ്ടെന്ന് നിങ്ങൾ നോക്കണം. 10 ഗ്രാമാണ്. 10 ഗ്രാം എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ m ഇൻറ്റു സി നിങ്ങൾക്ക് അറിയാം. ഐസിൻ്റെ സി എത്രയാണ്? സ്പെസിഫിക് ഹീറ്റ് ഈസ് ഹാഫ്. സോ mc ഡെൽറ്റ ടി എത്രയാണ്? 10 പ്ലസ് ഇനി എന്ത് വേണം? ഈ 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് 0 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറായിട്ട് മാറണം. അതിനെന്ത് വേണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ. അതെത്രയായിരുന്നു? m ഇൻറ്റു 80 പ്ലസ് ഇനി 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ എന്തായിട്ട് മാറണം? 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറായിട്ട് മാറണം. 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടറായിട്ട് മാറുന്നതിന് എന്ത് വേണം? mc ഡെൽറ്റ ടി. പോരെ? അപ്പോൾ m ഇൻറ്റു സി എത്രയാണ്? വാട്ട് ഈസ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ? ഇറ്റ് ഈസ് 1. നൗ ഡെൽറ്റ ടി ഈസ് 100. ഓക്കെ, അഗെയിൻ പ്ലസ് 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ എന്തായിട്ട് മാറണം? 100 ഡിഗ്രി സെൽഷ്യസിലെ സ്റ്റീം ആയിട്ട് മാറണം. ശരിയല്ലേ? 100 ഡിഗ്രി സെൽഷ്യസിലെ വാട്ടർ സ്റ്റീം ആയിട്ട് മാറാൻ എന്ത് മാത്രം മതി?
latent heat of vaporization. So that is m into 540. നമ്മുടെ ലാസ്റ്റ് വൺ അതെന്താ, ഈ 100 ഡിഗ്രി സെൽഷ്യസിലെ സ്റ്റീം 110 ഡിഗ്രി സെൽഷ്യസ് സ്റ്റീമായിട്ട് മാറണം. സോ ദിസ് ഇസ് ഈക്വൽ ടു എം സി എത്രയാണ്, സ്പെസിഫിക് ഹീറ്റ് ഓഫ് സ്റ്റീം എത്രയാണ് ഞാൻ പറഞ്ഞു, ഹാഫ്. വാട്ട് ഈസ് ഡെൽറ്റ ടി 10. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ എന്ത് വാല്യൂ ആണ് കിട്ടുന്നത്, അതാണ് നമ്മുടെ ആൻസർ. സിമ്പിൾ അല്ലേ? ഇത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ കാണാം, വലിയ വേരിയേഷൻ ഒന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നൗ സി സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ക്യാരീസ് 2260 into 10 raised to 3 joule per kilogram more heat than water at 100 degree Celsius. ഓക്കെ അല്ലേ? ഇനി കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ജസ്റ്റ് ഞാൻ ഡെഫിനേഷൻ വെറുതെ എഴുതിയെന്നേ ഉള്ളൂ. ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് ഒന്നും മാറുന്നില്ല, അല്ലാണ്ട് തന്നെ ഹീറ്റ് കണ്ടക്ട് ചെയ്തെടുക്കുകയാണ്. വാട്ട് ഈസ് കൺവെക്ഷൻ? വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ആണ് കൺവെക്ഷൻ, വിത്തൗട്ട് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ആണ് കണ്ടക്ഷൻ. നൗ ലാസ്റ്റ് വൺ റേഡിയേഷൻ. ഒരു മെറ്റീരിയലും ഇല്ലാതെ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ എമൗണ്ട് ഓഫ് ഹീറ്റ് കണ്ടക്റ്റഡ് അത് കുറേ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സാധനമാണ്. ഇപ്പോൾ ഇതൊരു മെറ്റാലിക് വയറാണെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് എ മെറ്റാലിക് വയർ. ഇതും ഒരു മെറ്റാലിക് വയറാണെന്ന് വിചാരിക്കുക. ഇതാണ് ഹോട്ട് മെറ്റാലിക് വയർ. ഈ ഹോട്ട് മെറ്റാലിക് വയർ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ്. ഓക്കെ, ഹോട്ട് മെറ്റാലിക് വയർ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി വെക്കുകയാണ്. ജസ്റ്റ് തൊട്ടപ്പോൾ തന്നെ പൊള്ളി, ഞാൻ കൈ പെട്ടെന്ന് അങ്ങ് വലിച്ചു. ഓക്കെ, ഇനി ഞാൻ നോക്കുമ്പോൾ ഈ ഹോട്ട് മെറ്റാലിക് വയർ ഇവിടെ തൊട്ട സമയത്ത് സർഫസ് ഏരിയ തീരെ ചെറിയൊരു പോയിന്റിലൂടെ ഈ ഹീറ്റ് മൊത്തം ഒറ്റയടിക്ക് ഇപ്പുറത്തെത്തുമോ? ഇല്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ സർഫസ് ഏരിയ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം. ഞാൻ കുറേ നേരം വെക്കുകയാണെങ്കിൽ കുറേ ഹീറ്റ് ട്രാൻസ്ഫർ ആവും, കുറച്ച് നേരം വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ആവുള്ളൂ, ശരിയല്ലേ? സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെമ്പറേച്ചർ, നൗ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ഏരിയ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു സാധനമാണ് ഈ റേറ്റ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ, ശരിയല്ലേ? നമുക്കിനി അത് പഠിക്കാം. സോ ഫസ്റ്റ് തിങ് ഈസ് Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് കോണ്ടാക്ട്. നമ്മുടെ വലിയൊരു ലെങ്ത് ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയി മുട്ടിച്ചതിന് പകരം ഇങ്ങനെ കൊണ്ടുപോയി മുട്ടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നന്നായിട്ട് പൊള്ളും, ശരിയല്ലേ? കാരണം ഏരിയ ഈസ് മോർ. ഓക്കെ, നൗ സെക്കൻഡ് തിങ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഇത് 0 ഡിഗ്രി സെൽഷ്യസിലും ഇത് 100 ഡിഗ്രി സെൽഷ്യസിലാണെന്ന് വിചാരിക്കുക. സോ ദ ടെമ്പറേച്ചർ ഡിഫറൻസ് ഈസ് മോർ, സോ ദ റേറ്റ് ഓഫ് കണ്ടക്ഷൻ ഓൾസോ വിൽ ബി മോർ. നൗ ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. വെൻ യു കീപ്പ് ഇറ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് ഫോർ മോർ ടൈം, the amount of heat conducted also will be more, right? Now last thing, it is inversely proportional to the length. അപ്പോൾ ഇത്രയും ലെങ്ത്തിലൂടെ കണ്ടക്ട് ചെയ്ത് ഈ സാധനം ഇപ്പുറത്തെത്തി വീണ്ടും അത്രയും ദൂരം സഞ്ചരിക്കണ്ടേ? അപ്പോൾ കുറേ ദൂരം പോകണ്ടേ? അപ്പോഴത്തേക്ക് തണുത്ത് പോകില്ലേ, ശരിയല്ലേ? സോ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് എനിക്കൊരു ഇക്വേഷൻ എഴുതി കൂടെ, dQ/dt ഈസ് ഈക്വൽ ടു KA/dt/dx. സിമ്പിൾ അല്ലേ? ഓർക്കാനും വളരെ എളുപ്പമാണ്. dQ/dt ഈസ് ഈക്വൽ ടു KA/dt/dx. വൈ ദറ്റ് കെ ആണ് ഇവിടുത്തെ നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ കണ്ടക്ഷൻ, തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് എഴുതാം? Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ, ഡി ടി എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് കേട്ടോ, T2 - T1 ഡിവൈഡഡ് ബൈ ഇൻറ്റു ടി ഉണ്ട് കേട്ടോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി ഡിവൈഡഡ് ബൈ ലെങ്ത്തിന് പകരം ഞാനോട് സ്മോൾ ഇതാണെങ്കിൽ നമുക്ക് എന്ത് dx എന്ന് എഴുതാം, ശരിയല്ലേ? ഇനി ആ ടീനെ ഇപ്പുറത്തേക്ക് എടുത്തു, സ്മോൾ ടി ആണ്, സ്മോൾ ക്യൂ ആണ്. സോ dQ/dt ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T2 - T1 ഡിവൈഡഡ് ബൈ dx. സോ ദിസ് ഈസ് ഈക്വൽ ടു KA/dt/dx, ശരിയല്ലേ? സോ dQ/dt ഈസ് ഈക്വൽ ടു KA/dt/dx, കറക്റ്റ്. ഈ KA/dt/dx എന്ന ടേമിനകത്ത് x/KA നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിച്ചവരാണ്. I ഈസ് ഈക്വൽ ടു V/R, ശരിയല്ലേ? കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. നമ്മൾ അതുപോലെ നിങ്ങൾ ഇക്വേഷൻ ഒന്ന് ഇമാജിൻ ചെയ്തേ. dQ/dt ഈസ് ഈക്വൽ ടു KA/dt/dx. dt ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ് dt. സോ ഐ വിൽ കമ്പയർ ദാറ്റ് വിത്ത് വോൾട്ടേജ്. കാരണം അവിടെ എങ്ങനെയായിരുന്നു? ഹയർ വോൾട്ടേജ് ടു ലോവർ വോൾട്ടേജ്. ഇവിടെ ഫ്രം ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ, ശരിയാണ്. അപ്പോൾ ഈ dt ആണ് എന്ത്? അവിടുത്തെ വോൾട്ടേജ്. ഓക്കെ, ഇനി അവിടെ കറണ്ട് എന്തായിരുന്നു? കറണ്ട് I ഈസ് ഈക്വൽ ടു Q/T, ചാർജ് ബൈ ടൈം ആയിരുന്നു അവിടെ കറണ്ട്. അപ്പോൾ ഇവിടുത്തെ തെർമൽ കറണ്ട് ആരാണ്? ഇതാണ് ഇവിടുത്തെ തെർമൽ കറണ്ട്, dQ/dt. അപ്പോൾ ആ ടേം ആണ് ഇവിടെ എന്ത്? H ഈസ് ദ തെർമൽ കറണ്ട്, കറക്റ്റ്, വിച്ച് ഈസ് dQ/dt. അവിടെ എന്തായിരുന്നു? ചാർജ് ബൈ ടൈം. ഇവിടെ ഇതെന്താണ്? എനർജി ബൈ ടൈം. സിമ്പിൾ അല്ലേ? സോ ദിസ് ഈസ് തെർമൽ കറണ്ട് ഈസ് ഈക്വൽ ടു തെർമൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അവിടെ I ഈസ് ഈക്വൽ ടു V/R. ആ V എന്തായിരുന്നു? വോൾട്ടേജ്, കറക്റ്റ്.
സോ ഡിവൈഡഡ് ബൈ, അപ്പോൾ താഴെ വരുന്ന ആൾ ആരായിരിക്കണം? റെസിസ്റ്റൻസ് ആയിരിക്കണം. അങ്ങനെ വരണമെങ്കിൽ കെനെ താഴേക്ക് എടുക്കണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ താഴെ എന്ത് വന്നത്? എക്സ് ബൈ കെ എ എന്നുള്ള ടേം വന്നത്. സോ തെർമൽ കറണ്ട് ഈസ് ഈക്വൽ ടു തെർമൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ തെർമൽ റെസിസ്റ്റൻസ്. ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആറിൻ്റെ മറ്റൊരു സിമിലർ ഇക്വേഷൻ. സിമ്പിൾ അല്ലേ? സിമ്പിൾ. ഇനി ഇത് സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. വെൻ കെപ്റ്റ് ഇൻ സീരീസ് ആൻഡ് വെൻ കെപ്റ്റ് ഇൻ പാരലൽ, എങ്ങനെയാണ് ഇക്വേഷൻസ് മാറുന്നത്? നമ്മൾ അവിടെ എന്താണ് ചെയ്തത് അതേ കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ ആലോചിക്കുക. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് ചെയ്തത് അതേ കാര്യങ്ങൾ ഇവിടെ നമ്മൾ ആലോചിക്കുക. സോ റെസിസ്റ്റൻസിലേക്ക് നമുക്ക് ആദ്യം വരാം. ഞാൻ ഈ ആർ എസ് എന്ന് എഴുതിയിരിക്കുന്നത്, ഈ 2 പോയിൻ്റാണ് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. സോ റെസിസ്റ്റൻ്റ് എന്താ പറ്റുക? ആർ എസ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര എക്സെട്ര അല്ലേ? സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ യു ആർ ആഡിങ് അപ്പ് ഓൾ ദ റെസിസ്റ്റൻസസ്. ലൈക്ക് വൈസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? തെർമൽ റെസിസ്റ്റൻസ് നമ്മൾ സമപ്പ് ചെയ്യുക. സോ ആർ എസ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് RN. ലൈക്ക് വൈസ് 1 ബൈ RP ഈസ് ഈക്വൽ ടു 1 ബൈ R1 പ്ലസ് 1 ബൈ R2 പ്ലസ് എക്സെട്ര എക്സെട്ര 1 ബൈ RN. ശരിയല്ലേ? അത് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഇക്വേഷനിലേക്ക് നമ്മുടെ തെർമൽ റെസിസ്റ്റൻസിൽ ഡി എക്സ് ബൈ കെ എ ആണ് അല്ലേ? ഡി എക്സ് ഡിവൈഡഡ് ബൈ കെ എ. അപ്പോൾ കെ എവിടെ വരുന്നത്? താഴെയാണ് വരുന്നത്. അപ്പോൾ ആർ എസ് എന്ന ഇക്വേഷനിൽ എക്സ് ബൈ കെ എ. അതുകൊണ്ടാണ് ഇവിടെ എന്തായത്? എൻ ബൈ കെ എസ് ഈസ് ഈക്വൽ ടു 1 ബൈ കെ 1 പ്ലസ് 1 ബൈ കെ 2 പ്ലസ് എക്സെട്ര എക്സെട്ര 1 ബൈ കെ എൻ. അതുപോലെ ഇവിടെ 1 ബൈ ആർ പി ആണ്, പക്ഷേ ആർ പിയിൽ എക്സ് ബൈ കെ എ, കെ വീണ്ടും മേലെ പോവും. സോ കെ പി ഈസ് ഈക്വൽ ടു എൻ കെ പി ഈസ് ഈക്വൽ ടു കെ 1 പ്ലസ് കെ 2 പ്ലസ് എക്സെട്ര എക്സെട്ര കെ പി. കറക്റ്റ്. അപ്പോൾ നമ്മുടെ ആ കറക്റ്റ് കെ മാത്രം ചോദിക്കുമ്പോൾ ഇവിടെ ഇക്വേഷൻ എന്തായിരിക്കണം? സീരീസ് ആണെങ്കിൽ എൻ ബൈ കെ എസ് ഈസ് ഈക്വൽ ടു 1 ബൈ കെ 1 പ്ലസ് 1 ബൈ കെ 2 പ്ലസ് എക്സെട്ര 1 ബൈ കെ എൻ. പാരലൽ ആണെങ്കിൽ എൻ കെ പി ഈസ് ഈക്വൽ ടു കെ 1 പ്ലസ് കെ 2, കാരണം റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ കെ എ. അപ്പം നേരെ തിരിയും. ആർ ഈക്വൽ ടു ആർ പ്ലസ് ആർ ടുവിന് പകരം 1 ബൈ കെ എസ് ഈസ് ഈക്വൽ ടു 1 ബൈ കെ 1 പ്ലസ് 1 ബൈ കെ 2. അതുപോലെ 1 ബൈ ആർ പി ഈസ് ഈക്വൽ ടു 1 ബൈ ആർ പ്ലസ് 1 ബൈ ആർ ടുവിന് പകരം എൻ കെ പി ഈസ് ഈക്വൽ ടു കെ 1 പ്ലസ് കെ 2 എന്ന് വരും. ശരിയല്ലേ? ഇനി അതും ആ സെയിം സാധനം നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു 3 ഇക്വേഷൻ. ഫസ്റ്റ് വൺ, സിഗ്മ പാരലൽ ആണെങ്കിൽ കെ ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഐ എ ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എ ഐ. അതായത് എല്ലാ പ്രൊഡക്റ്റ് ഓഫ് കെ എനെ ആഡ് ചെയ്യുക. K1 A1 plus K2 A2 plus K3 A3 divided by A1 plus A2 plus A3. മനസ്സിലായോ? അപ്പോൾ സിഗ്മ കെ ഐ എ ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എ ഐ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പാരലലിൻ്റെ കെ ഇക്വേഷൻ കിട്ടും, കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ. കറക്റ്റ്. അതുപോലെ സീരീസിനാണ് വേണ്ടതെങ്കിലോ സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് ഐ ബൈ കെ ഐ. സിഗ്മ എക്സ് ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ടോട്ടൽ ലെങ്ത് ആണ്. ടോട്ടൽ ലെങ്ത്. സോ ദാറ്റ് ടോട്ടൽ ലെങ്ത് ഡിവൈഡഡ് ബൈ, ചിലപ്പം 3 ചെറിയ റോഡുകളായിരിക്കും നമ്മളവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ഇതൊരു റോഡ്, അതുപോലെ ഇത് മറ്റൊരു റോഡ്, ഇത് വേറെ റോഡ്. ഇത് മൊത്തം ചിലപ്പോൾ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് 2 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓരോരുത്തരുടെയും കോഎഫിഷ്യൻ്റ് K1, ഇത് K2, ഇവിടെ K3. ഇത് നിങ്ങളോട് സീരീസിൽ ചോദിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മൊത്തം K എത്രയാണ്? സോ K ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 10 ഡിവൈഡഡ് ബൈ ഫസ്റ്റ് വൺ ലെങ്ത് എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് അടുത്തയാളുടെ ലെങ്ത് എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ K2 പ്ലസ് ലാസ്റ്റ് വൺ 5 ഡിവൈഡ് ബൈ K3. ആ K1 K2 K3 നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. സോ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് K. സിമ്പിൾ അല്ലേ? അപ്പോൾ ഈ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. ആദ്യം മനസ്സിലേക്ക് എന്ത് വരണം? സീരീസ് ആണ്. സോ റെസിസ്റ്റൻസ് ആർ എസ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. പക്ഷേ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എക്സ് ഡിവൈഡഡ് ബൈ കെ എ. അപ്പോൾ K എന്താവും? താഴെ പോവും. സോ എൻ ബൈ കെ എസ് ഈസ് ഈക്വൽ ടു 1 ബൈ K1 പ്ലസ് 1 ബൈ K2. മതി, അത്രയും ഓർത്താൽ മതി. ഓക്കെ അല്ലേ? ഇനി പാരലേക്ക് വരുമ്പം നമ്മുടെ വീണ്ടും മനസ്സിലേക്ക് 1 ബൈ ആർ പി ഈസ് ഈക്വൽ ടു 1 ബൈ ആർ പ്ലസ് 1 ബൈ R2. പക്ഷേ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ K വീണ്ടും മേലെ വരും. അപ്പോൾ എൻ കെ പി ഈസ് ഈക്വൽ ടു K1 പ്ലസ് K2 ബസ്. ഓക്കെ. നൗ അഗെയിൻ സിഗ്മ കെ ഐ എ ഐ ഡിവൈഡഡ് ബൈ സിഗ്മ എ ഐ ചെയ്യുമ്പോൾ പാരലലിൻ്റെ ഇക്വേഷനായി. സിഗ്മ എക്സ് ഐ ഡിവൈഡ് ബൈ സിഗ്മ എക്സ് ഐ ബൈ കെ ഐ ആകുമ്പോൾ സീരീസിൻ്റെ ഇക്വേഷനായി. ഓക്കെ. നൗ നെക്സ്റ്റ് തിങ്, ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്. എന്താ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ്? ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ യൂണിറ്റ് ലെങ്ത്. അതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്നത്. സെയിം മെറ്റീരിയൽ ആണെങ്കിൽ, ഒരേ മെറ്റീരിയൽ ആണെങ്കിൽ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. കാരണം സെയിം മെറ്റീരിയലാണ്, ആ മെറ്റീരിയലിൻ്റെ K സെയിം ആണ്. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഫോർ സെയിം മെറ്റീരിയൽസ് ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ്. അതായത് ഒരു ലെങ്ത്തിൽ ഇപ്പോൾ 40 to 20 ആവാൻ എത്ര വേണം? 20 ഡിഗ്രി സെൽഷ്യസ് കൂൾ ചെയ്യണം. അതപ്പം ഈ ലെങ്ത്തിൽ ഇത്രയും പോയി വരുമ്പോഴാണ് ഇത് കൂൾ ചെയ്യുന്നത്. അതേ റേഷ്യോയിൽ തന്നെ അടുത്ത് പോകുമ്പോൾ വീണ്ടും അടുത്ത് 20 ഡിഗ്രി സെൽഷ്യസ് കൂൾ ചെയ്യും. സോ യു ക്യാൻ സേ ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ എ മെറ്റീരിയൽ. പക്ഷേ രണ്ട് മെറ്റീരിയൽ തമ്മിലുള്ള ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് നമ്മൾ എങ്ങനെ കമ്പയർ ചെയ്യും? നമ്മൾ എന്ത് ചെയ്താൽ മതി? K ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. T2 മൈനസ് T1 ഡിവൈഡ് ബൈ L ഈസ് എ കോൺസ്റ്റൻറ്റ്
for same material. Now for different materials എന്ത് ചെയ്യുക, multiply that with k. So k into T2 minus T1 divided by L is a constant for different materials. ഓക്കെ അല്ലേ? ഇനി ആകെ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടേംസ് ആണ്, പക്ഷേ ഇത് ഇപ്പോൾ ഇതിലില്ല. നമ്മുടെ നീറ്റ് സിലബസിൽ ഇതിൽ കുറേ എണ്ണം കളഞ്ഞതാണ്. അപ്പോൾ അതിൽ എം സി പവർ എന്താണ്? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എ ഡെൽറ്റ ടി. സോ പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയ എമിറ്റ് ചെയ്യുന്ന വാട്ട്. ഓക്കെ, അതാണ് എന്ത് എമിസീവ് പവർ. അബ്സോർപ്റ്റീവ് പവർ എന്താണ്? അപ്പോൾ നമുക്കൊരു ഏരിയയിൽ അബ്സോർബ്ഡ് എനർജി ഡിവൈഡഡ് ബൈ ഇൻസിഡൻറ്റ് എനർജി, ആ റേഷ്യോ ആണ് എന്ത്? അബ്സോർബ്ഡ് എനർജി ഡിവൈഡഡ് ബൈ ഇൻസിഡൻറ്റ് എനർജി റേഷ്യോ ആണ് അബ്സോർപ്റ്റീവ് പവർ. നൗ വാട്ട് ഈസ് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ? വേവ് ലെങ്ത് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ വേവ് ലെങ്ത് കുറയും, ടെമ്പറേച്ചർ കുറയുമ്പോൾ വേവ് ലെങ്ത് കൂടും. സി, ലാംഡ ഇൻറ്റു ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റൻറ്റ്, വിച്ച് മീൻസ് വാട്ട്? See, they both are on the same side. So when one among those variables increases, the other variant should decrease, and only then that entire term will be remaining a constant. ശരിയല്ലേ? So lambda into T is a constant, means when wavelength is increasing, temperature will decrease, and when wavelength decreases, temperature will increase. ശരിയല്ലേ? Okay. Now Wein's fifth power law. അതെന്താണ്? എനർജി ഫോർ മാക്സിമം എമിഷൻ, അത് തന്നെയാണ് നമ്മൾ ഇ എം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫിഫ്ത്ത് പവർ ഓഫ് ദ ടെമ്പറേച്ചർ. നിങ്ങൾ ഇതിനകത്ത് വെയിൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സോ മാക്സിമം ടെമ്പറേച്ചർ, at the given temperature is inversely proportional to the wavelength. Okay, so now we have come to the end of this chapter. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, ഒരു 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. ബാക്കി നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും? ലൈവിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ പഠിപ്പിച്ചിരിക്കുന്ന തിയറി വെച്ചിട്ട് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുക. നൗ വിൽ ബി സീയിങ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് ചാപ്റ്റർ. സിമ്പിളാണ്, വിൽ സ്കോർ. ഓക്കെ, ബൈ.